ഹായ് വെൽക്കം ബാക്ക് ടു ടാൻപൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. ഞാനിപ്പോൾ വന്നേക്കുന്നത് കുറച്ച് റെയർ ആയിട്ടുള്ള റോസസിൻ്റെ കളക്ഷനുമായിട്ടാണ്. എൻ്റെ ഗാർഡനിലുള്ള കുറച്ച് റെയർ ആയിട്ടുള്ള നമുക്ക് മാർക്കറ്റ്സിലൊന്നും അധികം അവൈലബിൾ അല്ലാത്ത റോസസുമായിട്ടാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഓറഞ്ച് കാസ്കേഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ. നല്ലപോലെ ഫ്ലവറിങ് ആവുന്ന വെറൈറ്റിയാണ്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള വെറൈറ്റീസ് ആണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. ഇത് ഒത്തിരി നാളായിട്ട് സ്വന്തമാക്കണമെന്ന് വിചാരിച്ചൊരു വെറൈറ്റി ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ മേടിച്ച് വെച്ചിട്ട് എനിക്കിപ്പോൾ ഫ്ലവറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓറഞ്ച് കാസ്കേഡാണ്. അപ്പോൾ ഇതേ രണ്ടാമതായിട്ട് വന്നേക്കുന്നത് ഹോട്ട് ചോക്ലേറ്റ് എന്ന് പറയുന്ന റോസ് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിൻ്റെ തന്നെ ക്ലൈംബർ വെറൈറ്റിയാണ് കേട്ടോ. ഹോട്ട് ചോക്ലേറ്റിൻ്റെ ക്ലൈംബർ വെറൈറ്റിയാണ്. എനിക്കിത് ഫ്ലവർ വിരിഞ്ഞ് നിന്ന സമയത്ത് എടുക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്നോ രണ്ടോ ലീഫ് പെറ്റൽസൊക്കെ കൊഴിഞ്ഞു പോകുന്ന സമയത്താണ് ഞാനിതിൻ്റെ വീഡിയോ എടുക്കുന്നത്. ഇത് ക്രീപ്പർ വെറൈറ്റിയാണ് കേട്ടോ. എനിക്ക് എൻ്റെ കയ്യിൽ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ട്. അതിൻ്റെ തന്നെ സെയിം ക്രീപ്പർ വെറൈറ്റിയാണ് ഇത് വന്നിട്ട്. ഹോട്ട് ചോക്ലേറ്റിൻ്റെ കളറെന്ന് പറയുമ്പോൾ ഏതാ കളർ, ഒരു ചുടുകട്ടയുടെ കളറൊന്നും പറയാൻ പറ്റില്ല, ഒരു വല്ലാത്തൊരു കളറാണ്. പിന്നെ ഇത് നമ്മുടെ റെഡ് ഓർക്കിഡ് റോസ് എന്നായിരിക്കും കൂടുതൽ പേർക്കും അറിയാമെന്നുള്ളത്. ഫെയറി റെഡാണ്. അപ്പോൾ ഇത് ഇപ്പം നല്ലപോലെ ഇങ്ങനെ ബ്രാഞ്ചൊക്കെ വന്നിട്ട് ആ ഒരു ഓർക്കിഡ് പോലെയൊക്കെ തന്നെ അതിൻ്റെ ഫ്ലവറിങ് വന്നിട്ടുണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ വെച്ച ശേഷം നല്ല പ്രൂണിങ്ങൊക്കെ കഴിഞ്ഞ് ഇപ്പം നന്നായിട്ടൊരു ബ്രാഞ്ച് വന്നിട്ട് അതിൽ നിറയെ പൂക്കളും മൊട്ടുകളാണ്. ഇതുപോലെ 2-3 ബ്രാഞ്ച് നിറയെ പൂക്കളും മൊട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫെയറി റെഡ് റോസാണ്. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്, കാണാനായിട്ട് വളരെ ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് മാർക്കറ്റിൽ അധികം അവൈലബിൾ അല്ലാത്ത റോസുണ്ട്, റയറായിട്ട് മാത്രം കിട്ടുന്ന ടൈപ്പ് റോസാണ്. പിന്നെ ഇത് വന്നിട്ട് ഡേവിഡ് ഓസ്റ്റിൻ വെറൈറ്റിയാണ്. ഡിയ റോസാണ് കേട്ടോ. ഡിയ റോസ് തന്നെ ID എനിക്കറിയില്ല. അപ്പോൾ ഒരു ചന്ദന കളർ വരുന്ന ഡേവിഡ് ഓസ്റ്റിൻ റോസ് വെറൈറ്റിയാണ് കേട്ടോ. ഇതും എൻ്റെ പേഴ്സണൽ കളക്ഷനിലുള്ള വെറൈറ്റീസാണ് ഞാനിതിനകത്ത് കൂടുതലായിട്ടും കാണിക്കുന്നത്. പേഴ്സണലി എനിക്ക് റോസിൻ്റെ കളക്ഷൻസ് ഉണ്ട് കുറച്ച്. അപ്പോൾ അതിനകത്തുള്ള കുറച്ച് റോസസാണ് കേട്ടോ. പിന്നെയുള്ളത് ഇത് മിക്ക പേർക്കും അറിയാമായിരിക്കും, ബേബി റൊമാൻറ്റിക്ക. ഞാൻ തന്നെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് ഈ റോസ് എൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തന്നെ സെയിലിന് കുറേ തവണ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണയും ലോഡിൽ ഈ ഒരു റോസ് സെയിലിനുണ്ടായിരുന്നു. ഇപ്പം നമുക്കിത് സ്റ്റോക്ക് ഔട്ടാണ്. ഇതാണ് നമ്മുടെ ബേബി റൊമാൻറ്റിക്ക. ക്രീപ്പർ വെറൈറ്റിയാണ്, ക്ലൈംബർ വെറൈറ്റിയാണ്. നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ. നല്ല ഫ്രാഗ്രൻസും ഉണ്ട്, നല്ലപോലെ പടർന്ന് പന്തലിച്ച്. ക്രീപ്പറിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു റോസാണ്. ക്രീപ്പർ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരിക നമ്മുടെ വൈറ്റ് ക്രീപ്പറും റെഡ് ക്രീപ്പറും ഒക്കെ ആയിരിക്കും. അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ഈ ബേബി റൊമാൻറ്റിക്ക എന്ന് പറയുന്നത്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ബ്ലൂ ഫോറിയോ ആണ്. ബ്ലൂ ഫോറിയും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ്. ഒരു യെല്ലോ ഷെയ്ഡ്, അതിന് ചുറ്റുമായിട്ടൊരു വൈറ്റ് ഷെയ്ഡ്, പിന്നെ ഒരു ലാവൻഡർ ഷെയ്ഡ്, വെറൈറ്റി ആയിട്ടുള്ളതാണ്. നല്ല ഫ്രാഗ്രൻസ് ഉള്ളൊരു ടൈപ്പാണ് കേട്ടോ. നന്നായിട്ട് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ ക്ലൈമറ്റിൽ. ബ്ലൂ ഫോറിയോ എന്നാണ് ID വരുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്, ക്യൂട്ടായിട്ടുള്ള ഫ്ലവറാണ്, വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷനും ഡിഫറെൻ്റ് ആണ്. നമ്മൾ സാധാരണ റോസിനൊന്നും കണ്ടുവരാത്തുള്ളൊരു കളറാണ്. ഒരു വയലറ്റും ലാവൻഡറും വൈറ്റും ഒക്കെ മിക്സ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു ബ്ലൂ ഫോറിയോ എന്ന് പറയുന്നത്. മാക്സിമം ഞാനിതിനകത്ത് എല്ലാത്തിൻ്റെ ID കൂടെ പറയുന്നുള്ളത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ റോസൊക്കെ അവൈലബിൾ ആയിരിക്കാം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ID കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഇത് വന്നിട്ട് പോൾ ഗോഗിൻ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി തൈകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ 1-2 തൈകളാണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടോ. പോൾ ഗോഗിൻ്റെ 2 തൈകളാണെന്ന് തോന്നുന്നു സെയിലായിട്ട് ഞാൻ ഇടയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ ഫ്ലവറിങ് ആയതല്ല കേട്ടോ. ഞാൻ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിൽ വിസിറ്റ് ചെയ്തപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഇതും ഒരു റെഡ് ക്രീപ്പറാണ്. നമ്മുടെ നോർമലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവുക ചെറിയ റെഡ് കുഞ്ഞു ഫ്ലവർ ഉള്ളതല്ലേ, നക്ഷത്രം പോലെ ഇരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെത് സ്യൂട്ട് വിഷസ് എന്നാണ് അതിൻ്റെ ID. അപ്പോൾ ഇതും എൻ്റെ വീട്ടിൽ ഫ്ലവറിങ് ആയത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് എൻ്റെ വീഡിയോസ് ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാനിത് ഇതിൻ്റെ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാൻ കാരണം. പിന്നെയുള്ളത് ലാസ്റ്റ് ഈ ഒരു റോസാണ്, ഗ്രീൻ ഷെയ്ഡ് പറഞ്ഞത്. ഐസ്ബർഗ് ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ID കറക്റ്റായിട്ട് എനിക്ക് മറന്നുപോയി, വിട്ടുപോയതാണ്. അപ്പോൾ ഈ ഒരു റോസാണ്. ഇതിൻ്റെയും നമ്മുടെ സെയിലിനായിട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഒരേ ഒരു പ്ലാന്റ് എൻ്റെ പേഴ്സണൽ കളക്ഷനിലുള്ളതാണ് കേട്ടോ. ഇതിനകത്ത് കുറേയൊക്കെ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇനിയും നിങ്ങൾക്കിതൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും നമ്മൾ ഇതേപോലത്തെ വെറൈറ്റീസ് സെയിലിനായിട്ട് കൊണ്ടുവരും കേട്ടോ. ഇതിനൊരു ഗ്രീൻ ഷെയ്ഡാണ്, വിരിയുന്ന സമയത്ത് വൈറ്റും അതിനുശേഷം ഗ്രീനിലോട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ എത്ര വെറൈറ്റീസ് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക്